വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ? എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം. ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം. മാസം 80,000 മുകളിൽ വരുമാനം നേടാം. നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ കുഴൂരിൽ NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി വിവാദം. ശക്തമായ എതിർപ്പുമായി ഒരു വിഭാഗം കരയോഗാംഗങ്ങൾ രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കരയോഗം ഭരണ നേതൃത്വത്തിനെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചും പ്രതിഷേധം. BJP നേതാവ് N ശിവരാജനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. വാടാനംകുറിശ്ശിയിൽ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത ക്ലേശത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ജനങ്ങളുടെ നിരന്തര പ്രക്ഷോഭത്തെ തുടർന്ന് സർവീസ് റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്പണി നടത്തി. വെള്ളക്കുത്തുള്ള ഭാഗത്ത് റോഡുകളുടെ നിലനിൽപ്പിന് മഴ പ്രധാന ഭീഷണി. വാണിയംകുളം കോതക്കുറിശ്ശി റോഡിൽ കാറ്റാടിപ്പടിക്ക് സമീപം സ്വകാര്യ ബസ്സിൽ ട്രാവലർ ഇടിച്ചു കയറി അപകടം. 6 പേർക്ക് പരിക്കേറ്റത് ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർക്ക്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന കവർച്ച. വിലപിടിപ്പുള്ള പാത്രങ്ങൾ നഷ്ടപ്പെട്ടു. വീട്ടുകാർ വിദേശത്ത്. കയ്പമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിടയ ദേവാലയത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം തേടി വിശ്വാസികൾ. ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം ഭക്തി നിർഭരമായി. സംഗമിച്ചത് പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫൊറോണകളിൽ നിന്നുള്ള വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം വച്ചതുമായി ബന്ധപ്പെട്ട വിവാദം. NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണ പരിപാടിയെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടി പിടിച്ച ഭാരതാംബ ചിത്രം വയ്ക്കാൻ RSS നേതാവ് ശ്രമിച്ചതാണ് തർക്കത്തിനിടയാക്കിയത്. മാള കൂഴൂരിൽ 241 നമ്പർ തിരുമുക്കുളം കരയോഗ പരിപാടിയിലാണ് സംഭവം. പരിപാടിയിൽ ക്ഷണിതാവായെത്തിയ KC നടേശൻ എന്ന RSS നേതാവാണ് ചിത്രം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. RSS നേതാവിൻ്റെ നടപടിക്കെതിരെ കരയോഗം അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയതോടെ പരിപാടി തർക്കത്തിൽ കലാശിക്കുകയായിരുന്നു. NSS പരിപാടിയിൽ RSS അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയത്. ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രമാണ് വെക്കേണ്ടതെന്ന് ആവശ്യപ്പെട്ടാണ് RSS നേതാവിൻ്റെ നീക്കം തടഞ്ഞത്. കരയോഗത്തെ RSSൻ്റെയും BJPയുടെയും വർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കരുതെന്നും കരയോഗ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. RSS നേതാവ് പരിപാടിയിൽ സംസാരിക്കുന്നതും അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് മാള പോലീസ് എത്തി പരിപാടി സംഘടിപ്പിക്കുന്നതിന് അനുമതി നിഷേധിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് തിരുമുക്കുളം കരയോഗാംഗങ്ങൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. RSSനും BJPക്കും തിരുമുക്കുള്ള NSSനെ തീരെഴുതി കൊടുത്തിട്ടില്ല. RSSൻ്റെയും BJPയുടെയും രാഷ്ട്രീയ കുടിലത കാണിക്കാനുള്ളതല്ല നായർ സമുദായ സംഘടന. ഇരുവർക്കും വിടുപണി ചെയ്യുന്ന കരയോഗം ഭരണ നേതൃത്വം രാജിവെക്കണമെന്നും ഫ്ലക്സ് ബോർഡിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം കോതകുറിശ്ശി റോഡിൽ കാറ്റാടിപ്പടിക്ക് സമീപം സ്വകാര്യ ബസ്സിൽ ട്രാവലർ ഇടിച്ചു കയറി അപകടം. ബസ് യാത്രികരായ 6 പേർക്ക് പരിക്കേറ്റു. രാവിലെ 10:20 അപകടമുണ്ടായത്. കാറ്റാടിപ്പടി ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു അപകടം. ഒറ്റപ്പാലത്തു നിന്ന് ട്രിപ്പെടുത്ത് പാവുക്കോണം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ എതിരെ വന്ന ട്രാവലർ ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിലെ 6 യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പരിക്കേറ്റവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. BJP നേതാവ് N ശിവരാജൻ ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ DYFI പ്രകടനം നടത്തി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ശിവരാജനെ അറസ്റ്റ് ചെയ്യണമെന്ന് DYFI ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു.
ദേശീയ പതാകയെ അപമാനിക്കുക വഴി BJP നേതാവ് നടത്തിയത് രാജ്യദ്രോഹമാണെന്നും ശിവരാജനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഭരണ സംവിധാനങ്ങളിൽ ഭാരതാംബയെ ആരാധിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ്. സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് ജയദേവൻ പറഞ്ഞു. ദേശീയ പതാകയെ അപമാനിച്ചതിനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അധിക്ഷേപിച്ചതിനുമെതിരെ DYFI SP-ക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാടാനംകുറിശ്ശിയിൽ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത ക്ലേശത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ഞായറാഴ്ച റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി. അതേസമയം ശക്തമായ മഴയുണ്ടായാൽ സർവീസ് റോഡുകൾ വീണ്ടും പഴയപടിയാകുമെന്ന് ആശങ്കയുണ്ട്. വലിയ വെള്ളക്കുത്തുള്ള പ്രദേശമാണിത്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന മോഷണം. നിലവിളക്കുകളും ഓട്ടുരുളിയും മറ്റ് വിലപിടിപ്പുള്ള പാത്രങ്ങളും നഷ്ടപ്പെട്ടു. കൊറ്റംകുളം കിഴക്ക് SNDP സമാജം ക്ഷേത്രത്തിനടുത്ത് മാഞ്ഞോളി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടുകാർ വിദേശത്താണ്. രാവിലെ ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ മുറിയിലെ അലമാരകളെല്ലാം കുത്തി തുറന്നിട്ടിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട നിലയിലാണ്. മുറികളിൽ സൂക്ഷിച്ചിരുന്ന നിലവിളക്കുകൾ, ഓട്ടുരുളി, അലുമിനിയ പാത്രങ്ങൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത്. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചിറ്റൂർ തുഞ്ചൻ മഠത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണം നടത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ വൈസ് ചെയർമാൻ M. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കേരളത്തിൽ എത്തുമ്പോൾ ഇവിടെയാണ് എത്തിയത്. ഈ ചിറ്റൂരാണ് എത്തിയത്. അതിമനോഹരമായ ഒരു പ്രദേശമാണ്. അന്ന് ഈ വീടുകളും തോന്നില്ല, നിറയെ അതിമനോഹരമായ പ്രകൃതിയുള്ള ഒരു പ്രദേശം. അപ്പുറത്ത് പുഴ ഒഴുകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ താമസിക്കണമെന്ന മോഹം വന്നു. അപ്പൊ ഈ പ്രദേശമൊക്കെ അന്ന് ഇവിടെ ഈ ചമ്പത്ത് എന്നൊരു തറവാടുണ്ട്. ഇവിടെ അന്നത്തെ നാടുവാഴികളാണ്, അവരുടെയാണ്. അപ്പൊ അവരോട് പോയി അഭ്യർത്ഥിക്കുകയും അങ്ങനെ ചമ്പത്ത് മന്നാടിയാർ എന്നാണ് സ്ഥാനപ്പേര്. അവര് ഈ സ്ഥലം അദ്ദേഹത്തിന് ചെറിയൊരു വിലയ്ക്ക് കൊടുക്കുകയും ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സംസ്ഥാന സാക്ഷരതാ മിഷന്റെയും ജില്ലാ സാക്ഷരതാ മിഷന്റെയും നേതൃത്വത്തിലാണ് ചിറ്റൂർ തുഞ്ചൻ മഠത്തിൽ ജില്ലാതല വായനാ പക്ഷാചരണം നടത്തിയത്. ചിറ്റൂർ തത്തമംഗലം നഗരസഭ വൈസ് ചെയർമാൻ M. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ R. കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സാക്ഷരതാ സമിതി അംഗം O. വിജയൻ മാസ്റ്റർ വായനാദിന പ്രതിജ്ഞ നടത്തി. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ കൗൺസിലർ ശ്രീദേവി രഘുനാഥ്, റിസോഴ്സ് പേഴ്സൺമാരായ VP ജയരാജൻ, KV ജയൻ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സജി തോമസ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ VP പാർവതി, പാലക്കാടൻ ചാമിച്ചൻ, കുരേഷ് വടവന്നൂർ, തുല്യതാ പഠനകേന്ദ്രം അധ്യാപിക OK വിനയലക്ഷ്മി, പ്രേരകമാരായ A. ശ്രീജ, V. ചെന്താമര എന്നിവർ പ്രസംഗിച്ചു. മുതിർന്ന പഠിതാക്കളായ PG ശിവദാസ്, വടവന്നൂർ സത്യഭാമമ്മ, പാലക്കാടൻ ചാമിച്ചൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് കോങ്ങാട് നിയോജക മണ്ഡലം സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ പൈതൃകം, നമ്മുടെ നാടിന്റെ നന്മ ഇതുപോലെ പരസ്പരം മതചിന്തകൾക്ക് മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഇന്നും അത് ഓർമ്മപ്പെടുന്നത് അനിലേട്ടന്റെ മുന്നിലിരിക്കുന്നത് കണ്ടപ്പോ എന്റെ മനോമുഖത്തിൽ ആ ചിന്ത വന്നത് അത് ഇതാണ് നമ്മുടെ നാട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. പഞ്ചായത്ത് അംഗം റജുല PU അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗത്തിന്റെ സ്വന്തം ചെലവിൽ 15 യുവതികൾക്ക് നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിതരണവും VM അൻവർ സാദിഖ് നിർവഹിച്ചു. 5-ാം വാർഡിൽ 48 വനിതകൾക്കാണ് സ്വന്തം ചെലവിൽ സൗജന്യമായി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത്. ബാക്കിയുള്ളവരുടെ പരിശീലനം അടുത്ത ഘട്ടത്തിൽ തുടരും. ഏകദേശം 1 ലക്ഷത്തിലേറെ രൂപ സ്വന്തം കയ്യിൽ നിന്നും ചെലവ് ചെയ്താണ് 15 പേർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയത്. കോർഡിനേറ്റർ ഷബിത മുനീർ പദ്ധതി വിശദീകരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾ VM അൻവർ സാദിഖിനെ ഉപഹാരം നൽകി ആദരിച്ചു. KP മുനീർ, PS സുലൈമാൻ, PM സാദിഖ് അലി, PU ഹക്കീം, സൈഫുദ്ദീൻ, ഷഫീർ, അസീല CH, മുസദിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ഷൊർണൂർ നഗരസഭ CDSന് കീഴിൽ രണ്ടാമത് ADS ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വാർഡ് 12 ADS ഓഫീസ് ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. ADS ചെയർപേഴ്സൺ വിദ്യ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ KM ലത, CDS ചെയർപേഴ്സൺ സിന്ധു, നഗരസഭ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, മെന്റർ മിനി, NULM കോർഡിനേറ്റർ വിജിത, വായനശാല സെക്രട്ടറി K വിനോദ് എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് ADS ഉപഹാരം നൽകി. അരങ്ങ് ബ്ലോക്ക് തല കലോത്സവത്തിൽ 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ CDSനെയും ഉപഹാരം നൽകി അനുമോദിച്ചു. 2025 SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ADSന് കീഴിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. ദേവകി സ്വാഗതവും വത്സല നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് ജില്ലാ എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2025 +2 പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ മുഴുവൻ മാർക്കും നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന ചടങ്ങ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ 200-ൽ 200 മാർക്കും നേടിയ കുട്ടികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പുരോഗതിക്കായിരിക്കണം വിദ്യാഭ്യാസമെന്ന് MLA പറഞ്ഞു. ഞാൻ ഈ ആനുവൽ സിസ്റ്റത്തിന്റെ ലാസ്റ്റ് ബാച്ചിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതാണ്. 2011 ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമ്മൾ ഇക്കോണമിക്സ് പഠിക്കുകയും സെക്കൻഡ് ഇയറിൽ മാത്രമേ പരീക്ഷ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എനിക്കിപ്പോഴും ഇക്കണോമിക്സിന്റെ ബേസിക് എലമെന്റ്സ് ഇപ്പോഴും കയറിയിട്ടില്ല. മാത്രമല്ല അതിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് ഇപ്പോഴും വലിയ സംശയങ്ങൾ തന്നെയാണുള്ളത്. ജില്ലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ മുഴുവൻ മാർക്കും നേടിയ 100-ലധികം വിദ്യാർത്ഥികളെ വേദിയിൽ ആദരിച്ചു. പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രമോദ് ചന്ദ്രൻ, യൂസഫ് അലി, ട്രഷറർ ഗായത്രി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുശ്ശേരി മലയങ്കാവ് മാഴ്സ് ക്ലബ്ബ് അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും നടത്തി. നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയാണ് ക്ലബ്ബ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചത്. ക്ലബ്ബ് പ്രസിഡന്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത, മികച്ച അംഗൻവാടി വർക്കർ കനകയെ പുരസ്കാരം നൽകി ആദരിച്ചു. കസബ പോലീസ് സ്റ്റേഷൻ SI മനോജിന്റെ നേതൃത്വത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ബോധവൽക്കരണ ക്ലാസുമുണ്ടായി. ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി C വിജയ് സ്വാഗതവും സെക്രട്ടറി മനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളമ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ആതിരായനം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും MLA കൈമാറി. ഈ ബാങ്കിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ പ്രധാനമായും ഷെയർ ഉടമകൾ എന്ന് പറയും, അതുപോലെ തന്നെ നിക്ഷേപകർ, അതിലെല്ലാം ഉപരിയായി വായ്പക്കാർ. ഇവരാണ് ഈ ബാങ്കിന്റെ ധനകാര്യ സ്ഥാപനം എന്ന നിലക്ക് ബാങ്കിങ് കൈകാര്യം ചെയ്യുമ്പോൾ ദൈനംദിനമായി അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വെറും ഡെപ്പോസിറ്റ് വാങ്ങുക, അങ്ങനെ നിക്ഷേപിക്കുന്ന പണം ജനങ്ങൾക്ക് വേണ്ടി വായ്പ കൊടുക്കുക, അങ്ങനെ വായ്പ തിരിച്ചടക്കുക, പിന്നെ തിരിച്ചും ലോൺ കൊടുക്കുക, അതാണ് ബാങ്കിങ് എന്ന് പറയും. പക്ഷേ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള സേവനങ്ങളും അവരുടെ സാധ്യതക്കനുസരിച്ചുകൊണ്ട് നൽകിക്കൊണ്ടാണ് ഈ ബാങ്കിന്റെ വളർച്ചയുടെ പടവുകൾ അവർ കയറിയിരുന്നത്. ശനിയാഴ്ച വൈകുന്നേരം ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് P രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പരിധിയിൽ 2025 വർഷത്തെ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പരിപാടിയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു. പാലക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ക്ലാസ് എടുത്തു. ഒരു സമീപ പ്രദേശത്ത് ഒരു പെൺകുട്ടിക്ക് ലഹരി വസ്തു നൽകി ഉപദ്രവിച്ചു എന്നുള്ള ഒരു കേസിന്റെ ലഹരിയുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കാൻ എക്സൈസ് ഇന്റലിജൻസിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്കുണ്ടായി. അങ്ങനെ അന്വേഷിച്ച സന്ദർഭത്തിൽ ആ കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തിൽ നിന്നാണ് ആ കുട്ടിക്ക് ആ ലഹരി വസ്തു ആദ്യമായിട്ട് ലഭിക്കുന്നത്.
അവർക്ക് കോളയിൽ ആ ലഹരി വസ്തു ഇട്ട് കൊടുത്തുകൊണ്ടാണ് ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. പിന്നീട് ആ കുട്ടി കോള വീണ്ടും വാങ്ങി കുടിച്ച സന്ദർഭത്തിൽ ആ കുട്ടിക്ക് ലഹരി ലഭിക്കാതെ വരികയും വീണ്ടും ഈ ആളുകളെ സമീപിക്കുകയും വീണ്ടും ഈ ആളുകൾ ആ കുട്ടിക്ക് ഈ ലഹരി വസ്തു നൽകിക്കൊണ്ട് കോള കൊടുക്കുകയും അങ്ങനെ തുടർച്ചയായി കുട്ടിയെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയുണ്ടായി. അതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ സമീപ പ്രദേശത്തിന്റെ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ രണ്ടാമത്തെ മലയാളി കൂടിയായ ശ്രീഷ രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ MK ശ്രീനിവാസൻ, P സോമസുന്ദരൻ, C ഉണ്ണികൃഷ്ണൻ, RK രവി, PA പത്മജ, RK റോജ, ബാങ്ക് മുൻ പ്രസിഡന്റ് KT ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സ്വാഗതവും സെക്രട്ടറി വിനോദ് മേനോൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം പാലപ്പുറം ശ്രീരാമകൃഷ്ണ സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം സംഘടിപ്പിച്ചു. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് വികസനത്തിന്റെ മുഖ്യ ലക്ഷ്യം നല്ല തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ തലമുറയെ ആ അർത്ഥത്തിൽ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് സഹകരണ ബാങ്ക് ഇങ്ങനെയുള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. സമഗ്രമായ വികസനമാണ് അതിന് മുഖ്യം, തലമുറകളെ വാർത്തെടുക്കലാണ്. SSLC, +2, VHSC, CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ബാങ്ക് അനുമോദിച്ചത്. പാലപ്പുറം സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് N അസീസ് സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ബാങ്ക് വൈസ് പ്രസിഡന്റ് N മുഹമ്മദ് ഫൈസൽ, T ഷിബു, C മാധവൻ, K രാധാകൃഷ്ണൻ, M രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിടയ ദേവാലയത്തിൽ ക്രിസ്തുജയന്തി മഹാജൂബിലി വർഷത്തിൽ പൂർണ്ണദണ്ഡവിമോചനം തേടി വിശ്വാസികളെത്തി. ദേവാലയത്തിൽ നടന്ന ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമത്തിൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഈശോയുടെ ജനനത്തിന്റെ അഥവാ ക്രിസ്മസിന്റെ 2025 സംഭവം അനുസ്മരിച്ചുകൊണ്ട് മഹാജൂബിലിയായി, ക്രിസ്തു ജയന്തിയുടെ വലിയ ജൂബിലിയായി ലോകമെങ്ങും ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ മഹാജൂബിലി എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നമ്മുടെ രൂപതയിൽ ആഘോഷിക്കാം എന്ന് ചിന്തിച്ചതിന്റെ ഒരു ഫലമാണ് പാലക്കാട് സോണൽ ആഘോഷം. ഏകദിന തീർത്ഥാടന കേന്ദ്രമായി പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പ്രഖ്യാപിച്ച കഞ്ചിക്കോട് നല്ലിടയ ദേവാലയത്തിൽ നിരവധി വിശ്വാസികളാണ് എത്തിയത്. ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമത്തിൽ പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫൊറോനകളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ മുഖ്യ കാർമ്മികനായി. ഫൊറോന വികാരിമാരായ ഫാദർ ജോഷി പുലിക്കോട്ടിൽ, ഫാദർ സണ്ണി വാഴേപ്പറമ്പിൽ, ഫാദർ ഷാജു അങ്ങേവീട്ടിൽ, ഫാദർ ലെറ്റ്സൺ തൂക്കുപറമ്പിൽ, ഫാദർ തോം കിഴക്കേടത്ത് എന്നിവർ സഹകാർമ്മികരായി. ഫാദർ ജസ്റ്റിൻ തടത്തിൽ ദിവ്യകാരുണ്യ പ്രഭാഷണം നടത്തി. ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്ക് അനുമോദന സദസ്സ് നടത്തി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ നിക്ഷേപകർക്കിടയിൽ, വായ്പക്കാർക്കിടയിൽ, മെമ്പർമാർക്കിടയിൽ, പൊതുസമൂഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന അംഗീകാരത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംഘം വിദ്യാഭ്യാസ മേഖലയിലും അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം തന്നെയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരീക്ഷകളിലൊക്കെ തന്നെ ഉന്നതമായ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കുട്ടികളെയും അനുമോദിക്കാൻ തീരുമാനിച്ചത്. സാധാരണ ബാങ്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് നിക്ഷേപകർ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുക, നിക്ഷേപിക്കുക, അവരുടെ കാലാവധിക്കനുസരിച്ച് കൊണ്ടത് കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ചെടുക്കുകയോ ചെയ്യുക. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ K രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
NP കോമളം, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ഹരിദാസ്, C. സൂരജ്, പഞ്ചായത്ത് അംഗം V. സിന്ധു, വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ രാജീവ് മാസ്റ്റർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP. സുധീർ, ജഗദീഷ്, TP. ഭാസ്കരൻ, K. കൃഷ്ണകുമാർ, ഗോപിനാഥൻ, V. സുധ തുടങ്ങിയവർ പ്രസംഗിച്ചു. SSLC, +2, VHSC പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടി വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള വയോജനവേദി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. KCF പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ മഞ്ഞക്കാട് ശ്രീനാരായണ സമാജത്തിൽ യോഗ ക്ലാസും അനുബന്ധ ചടങ്ങുകളും സംഘടിപ്പിച്ചു. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. MN മോഹനൻ പ്രാർത്ഥന ചൊല്ലി. C. മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. KSCF ജില്ലാ സെക്രട്ടറി TN ശ്രീനിവാസൻ യോഗാദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. യോഗ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് പതഞ്ജലി മഹർഷിയാണ്. പതഞ്ജലി മഹർഷിയാണ് ഈ യോഗയുടെ അഭിജ്ഞാന ഗുരു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ ഈ ഫിസിക്കലി ഈ യോഗയോടൊപ്പം തന്നെ ധ്യാനയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, രാജയോഗം എന്ന് പറയുമ്പോൾ വാനപ്രസ്ഥ സന്യാസമൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു തപസ് അനുഷ്ഠിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ്. അതിന് പുറമെ അദ്ദേഹം ഈ യോഗയെക്കുറിച്ച് ഒരു അഷ്ടാംഗ യോഗ, അതായത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു 8 അതിന് വിശദീകരിച്ച് പറയുന്നില്ല, എനിക്ക് കൂടുതൽ അറിയില്ല. N. കൃഷ്ണൻ, ഹേമലത ആറുമുഖൻ എന്നിവർ പ്രസംഗിച്ചു. ആര്യശ്രീ ഉദയകുമാർ യോഗ ക്ലാസിന് നേതൃത്വം നൽകി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കണ്ണുകൾ അമർത്തി അടച്ചു തുറന്നു. ഇങ്ങനെ തുറക്കാൻ പറ്റാത്തവർക്ക് ഈ 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് കണ്ണ് വലുതാക്കിയിട്ട് തുറന്നിട്ട് നോക്കാം. പിന്നെ നമ്മൾ അമർത്തി അടച്ചു കണ്ണ് വലുതാക്കി തുറന്നു, അമർത്തി അടച്ചു വലുതാക്കി തുറന്നു കണ്ണ്, അമർത്തി 2 കൈകൊണ്ട് വലുതാക്കി തുറന്നു. അടയ്ക്കുന്ന സമയത്ത് കൈ ഉപയോഗിച്ച് അമർത്തി അടയ്ക്കരുത്, തന്നെ കണ്ണുകൾ അമർത്തി അടയ്ക്കുക. തുറക്കുന്ന സമയത്ത് 2 കൈ ഉപയോഗിച്ചിട്ട് വലുതാക്കി തുറന്നു. വയോജനങ്ങൾക്കായി ചെയർ യോഗയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. K. വേലായുധൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആർട്ട് ഓഫ് ലിവിംഗ് ഷൊർണൂരിൻ്റെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. പൊതുജനങ്ങൾക്കായി ദ്വിദിന സൗജന്യ യോഗ സെഷൻ സംഘടിപ്പിച്ചു. കുളപ്പുള്ളിയിലെ ഷൊർണൂർ ജ്ഞാനക്ഷേത്രത്തിൽ വെച്ചായിരുന്നു പരിപാടികൾ. ആർട്ട് ഓഫ് ലിവിംഗ് ടീച്ചർമാരായ P. K. വേണുഗോപാൽ, രാജേഷ് പോക്കണ്ടത്ത്, ജ്ഞാനക്ഷേത്രം പ്രസിഡന്റ് ജയരാജ്, സെക്രട്ടറി ദീപ, ട്രഷറർ ശ്രീജ തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് നല്ല ഐക്യമാണ്, അല്ലെ, നല്ല ഇന്റലിജന്റ് ആണ് ഇന്നത്തെ കുട്ടികൾ. ഒരു കാര്യം ഒറ്റ തവണ ക്ലിക്ക് ചെയ്യും. നമ്മളെക്കാൾ ഒരുപാട് ഫാസ്റ്റാണ് അവർ തിങ്ക് ചെയ്യുന്നത്. അവരുടെ ബുദ്ധി ഷാർപ്പാണ്. പക്ഷെ അവർക്ക് ഇല്ലാത്തുള്ള അവർക്ക് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇമോഷൻസ്, അല്ലെ. അവർക്ക് ഇമോഷണൽ ബാലൻസ് ഇല്ല. പെട്ടെന്ന് അവർ ദേഷ്യം വരും, അല്ലെങ്കിൽ എടുത്തെറിയും, അവർ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യും കാര്യങ്ങൾ. വേണ്ട തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഇമോഷൻസ് പെട്ടെന്ന് അവരെ ക്യാപ്ചർ ചെയ്യും. അപ്പൊ EQ കുറവും IQ കൂടുതലുമാണ്, അല്ലെ. EQ പറഞ്ഞാൽ ഇമോഷണൽ ക്വസ്റ്റ്യൻ, IQ എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ. AOL വളണ്ടിയർമാർ യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആറ്റൂർ അറഫ സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച അധ്യാപകരെയും ആദരിച്ചു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി KS ഹംസ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഈ സയൻസിൻ്റെ, ഈ ടെക്നോളജിയുടെ, ഈ പരിഷ്കാരത്തിൻ്റെ പുരോഗതിയുടെ ഭാഗഭാക്കായി തീരേണ്ടതുണ്ട് എന്ന രീതിയിൽ കാലം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാകപ്പെട്ടിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കൂടെയാണ്. അടുത്ത് വായിച്ചൊരു കാര്യം, 2020 നവംബർ മാസം 27-ാം തീയതി ഇറാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ആണവ ശക്തിയുടെ പിതാവ് ആരാണതിൻ്റെ പവർ, ന്യൂക്ലിയർ പവറിൻ്റെ, ഇറാൻ ന്യൂക്ലിയർ പവറിൻ്റെ പിതാവ് ആര് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. മുഹസിൻ ഫക്രിസാദ എന്നാണ് പേര്. അറഫ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റ് KM മുഹമ്മദ്, ട്രഷറർ PM അബ്ദുൽ ലത്തീഫ്, സെക്രട്ടറി MV സുലൈമാൻ, ഡയറക്ടർ ബോർഡ് മെമ്പർ ഹുസൈൻ ചെറുതുരുത്തി എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വസന്ത മാധവൻ സ്വാഗതവും പ്രധാനാധ്യാപിക രമ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പുതിയ PTA ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കാരാട്ടുപറമ്പ് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. KD പ്രസേനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. OM മോഹൻരാജ് അധ്യക്ഷത വഹിച്ചു. CV ഗിരീഷ്, പ്രൊഫസർ KV രാജൻ, K സുഭാഷ് എന്നിവർ സംസാരിച്ചു. മാറ്റുലി നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് തിങ്കളാഴ്ച അറിയാം. രാവിലെ 8:30 ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണെന്ന് മാറ്റുലി. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമാണ്. അത് പറയാൻ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും മുഖ്യമായിട്ടുള്ള ഘടകം ഇടതുപക്ഷ സർക്കാരിൻ്റെ 9 വർഷത്തെ ഭരണ മികവ് തന്നെയാണ്. അതിലുപരി സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ്, അദ്ദേഹം സർവനാൽ സമ്മതനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളൊക്കെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു. അവിടെ ശ്രീ സ്വരാജിനെ UDF-ന് അനുഭാവികൾ പോലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിനെ വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലമ്പൂരിലുള്ളത്. അങ്ങനെ 7 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ട് ഒരു വലിയ വിജയം നേടും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അഭിപ്രായത്തിൽ പറയാനുള്ളത്. വോട്ട് എണ്ണി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഐക്യജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 7 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി, ഈ 8ഇടത്തും ആര്യാടൻ ഷൗക്കത്ത് നല്ല നിലയിൽ ലീഡ് നേടും. മാത്രമല്ല 10,000-ത്തിലധികം വോട്ടുകൾക്ക്, 10,000+ വോട്ടുകൾക്ക് ഐക്യജനാധിപത്യ മുന്നണി അവിടെ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഭരണവിരുദ്ധ വികാരം കൂടി ചേരുമ്പോൾ പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിലായിരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സ്വരാജ് ചുരുങ്ങിയത് ഒരു 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞകാല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും അവർ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങൾ അനുകൂലമായി ചിന്തിക്കും. PV അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയിൽ നിന്ന് കാലുവാരിയതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമേ PV അൻവർ പിടിക്കൂ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഈ സ്വരാജ് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിലമ്പൂർ വോട്ടെണ്ണലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരാജ് മിനിമം 5,000 വോട്ടെങ്കിലും വാങ്ങി വിജയിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ സുരാജിൻ്റെ പ്രവർത്തന മികവും ഇപ്പോൾ പിണറായി വിജയൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുരോഗമന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒട്ടനവധി നേട്ടങ്ങളാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരള ഗവൺമെൻറ്. പിണറായി വിജയൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കൂടിയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കണക്കാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കുഴൂരിൽ NSS സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗദിന പരിപാടിയിൽ മന്നത്ത് പത്മനാഭന്റെ ചിത്രത്തിനൊപ്പം കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ ചൊല്ലി വിവാദം. ശക്തമായ എതിർപ്പുമായി ഒരു വിഭാഗം കരയോഗാംഗങ്ങൾ രംഗത്തെത്തിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കരയോഗം ഭരണ നേതൃത്വത്തിനെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചും പ്രതിഷേധം. BJP നേതാവ് N ശിവരാജനെതിരെ DYFI. ദേശീയ പതാകയെ അപമാനിച്ചെന്നാരോപിച്ച് പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം. ശിവരാജനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് DYFI നേതാക്കൾ. വാടാനംകുറിശ്ശിയിൽ മേൽപ്പാല നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത ക്ലേശത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ജനങ്ങളുടെ നിരന്തര പ്രക്ഷോഭത്തെ തുടർന്ന് സർവീസ് റൂട്ടിൽ ഗതാഗതം നിരോധിച്ച് അറ്റകുറ്റപ്പണി നടത്തി. വെള്ളക്കുത്തുള്ള ഭാഗത്ത് റോഡുകളുടെ നിലനിൽപ്പിന് മഴ പ്രധാന ഭീഷണി. വാണിയംകുളം കോതക്കുറിശി റോഡിൽ കാറ്റാടിപ്പടിക്ക് സമീപം സ്വകാര്യ ബസ്സിൽ ട്രാവലർ ഇടിച്ചു കയറിയ അപകടം. 6 പേർക്ക് പരിക്കേറ്റത് ബസ്സിൽ യാത്ര ചെയ്തിരുന്നവർക്ക്.
പെരിഞ്ഞനം കൊറ്റംകുളത്ത് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന കവർച്ച, വിലപിടിപ്പുള്ള പാത്രങ്ങൾ നഷ്ടപ്പെട്ടു. വീട്ടുകാർ വിദേശത്ത്. കയ്പമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. ഏകദിന തീർത്ഥാടന കേന്ദ്രമായ കഞ്ചിക്കോട് നല്ലിടയ ദേവാലയത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം തേടി വിശ്വാസികൾ. ദേവാലയത്തിൽ ദിവ്യകാരുണ്യ തീർത്ഥാടക സംഗമം ഭക്തി നിർഭരമായി. സംഗമിച്ചത് പാലക്കാട് ഒലവക്കോട് തത്തമംഗലം ഫൊറോണകളിൽ നിന്നുള്ള വിശ്വാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.